അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. പുഴയോര നടപ്പാതയിൽ വീണ്ടും വഴിവിളക്കുകൾ തെളിയിച്ച മൂവാറ്റുപുഴ നഗരസഭ. പുഴയോര നടപ്പാതയിലുടനീളം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകളും ഉടൻ സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ പുഴയോര നടപ്പാതയിൽ പുതിയ വഴിവിളക്കുകൾ തെളിയിച്ചു. ഏതാനും മാസങ്ങളായി വെള്ളപ്പൊക്കത്തിലും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളാലും നശിച്ചിരുന്ന ലൈറ്റുകൾക്ക് പകരമായാണ് കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ ഉയരം കൂട്ടി പുതിയ വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. വെള്ളപ്പൊക്ക സമയങ്ങളിൽ ഇലക്ട്രിക്കൽ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നത് ഒഴിവാക്കുന്നതിനായി ലൈറ്റുകളുടെ പോസ്റ്റുകളുടെ ഉയരം വർദ്ധിപ്പിക്കുകയും ഇതിനാവശ്യമായ പുതിയ വൈദ്യുതി പോസ്റ്റുകൾ KSEB സ്ഥാപിക്കുകയും ചെയ്തു. വഴിവിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. പുഴയോര നടപ്പാതയിലുടനീളം സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകളും ഉടൻ സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ഈ സാമൂഹ്യ വിരുദ്ധർ തന്നെ പല വേളകളിലും ലൈറ്റുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ നഗരസഭ ഈ നിലവിലുള്ള പോൾ ലൈറ്റുകളുടെ പോളിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ട് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ഒരു നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ആനുവൽ മെയിൻ്റനൻസ് കരാറ് ഒപ്പിട്ടുകൊണ്ടാണ്, അതായത് ഏജൻസിയുമായിട്ട് കരാർ ഒപ്പുവെച്ചുകൊണ്ട് ആനുവൽ മെയിൻ്റനൻസിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവർക്ക് വരുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. കൃത്യമായി തന്നെ ഇനി മുടക്കമില്ലാതെ കൊണ്ട് തന്നെ ഈ വഴിയോര നടപ്പാതയിലെ ലൈറ്റുകൾ തെളിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ KSEBക്കാരും ഈ ഒരു പ്രൊജക്റ്റിനോട് വളരെയധികം സഹായകരമാകുന്ന രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളത്. അവർ പുതിയൊരു പോസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു പരിസരത്ത് തന്നെ സ്ഥാപിച്ച് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ കൊണ്ട് തന്നെ അധികം വൈകാതെ കൊണ്ട് തന്നെ ഇവിടെ നിരീക്ഷണത്തിനായിട്ടുള്ള ക്യാമറകൾ 10ഓളം ക്യാമറകൾ സ്ഥാപിക്കുവാനായിട്ടുള്ള നടപടികൾ നഗരസഭ സ്വീകരിച്ചു വരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതിൻ്റെ ഒരു ഏരിയ താഴ്വശത്തു നിന്നും ഇടിഞ്ഞു പോയിട്ടുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളും ഏകദേശം പൂർത്തിയായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പണി ആരംഭിച്ച് പൂർത്തീകരിക്കുന്നതാണ്. അതോടുകൂടി തന്നെ ഈ ഒരു പുഴയോര നടപ്പാത വീണ്ടും സുഗമമായ ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നഗരസഭയ്ക്ക് സ്ഥാപിക്കും. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ജിനു മടേക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ അസം ബീഗം, രജിത P, CM ഷുക്കൂർ, വാർഡ് കൗൺസിലർ രാജശ്രീ രാജു, കൗൺസിലർമാരായ S മജീദ്, ഷേർലി പൗലോസ്, മനു പോൾ, മനോജ് G, ജെയ്സൺ തോട്ടത്തിൽ, സുബേർ KK, സജി ചാത്തൻകണ്ടം, ബിസ്മി സാബിദ്, ഷബീന യൂനസ് എന്നിവർ പങ്കെടുത്തു. പുതിയ വഴിവിളക്കുകളും വരാനിരിക്കുന്ന CCTV സംവിധാനവും യാഥാർത്ഥ്യമാകുന്നതോടെ പുഴയോര നടപ്പാത കൂടുതൽ സുരക്ഷിതവും ജനസൗഹൃദവുമായ പൊതു ഇടമായി മാറുകയും ജനങ്ങളുടെ സായാഹ്ന സഞ്ചാരത്തിനും വിനോദത്തിനും കൂടുതൽ അനുയോജ്യമായ ഇടമാകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.